അസ്സലാമലൈക്കും. അച്ചൂസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എളുപ്പത്തിൽ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തി, ദോശ, അപ്പം ഇവയുടെ കൂടെയൊക്കെ സൂപ്പർ കോംബോ ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള കൊഞ്ചും മുരിങ്ങക്കായും ഇട്ടിട്ട് തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കാണാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അച്ചൂസ് ടൈം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഈ ഒരു കറി തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ മൺചട്ടി ചൂടായതിന് ശേഷം അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് കറിവേപ്പില, എരിവിന് ആവശ്യത്തിന് 3-4 പച്ചമുളക് നീളത്തിൽ കീറിയത്, ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചത്, ഒരു മീഡിയം സൈസിലുള്ള സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ട് അതും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം വഴറ്റിയെടുക്കുക. നമ്മൾ ഈ ഒരു കറിയിൽ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നില്ല, ഇഞ്ചി തന്നെ വളരെ ചെറിയ പീസ് മതിയാകും. ഇനി നല്ലോണം സവാള മൊരിയിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. അതിനായിട്ട് ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കുക. ആ ഒരു മഞ്ഞൾപ്പൊടിയുടെ പച്ച സ്മെല്ലുണ്ടല്ലോ, അതൊന്ന് മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് ഇതിലോട്ട് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഈ ഒരു മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമാണ് നമ്മൾ ഈ ഒരു കറിയിൽ ചേർക്കുന്നുള്ളൂ. പിന്നെ പൊടികൾ ചേർക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊടികൾ കരിഞ്ഞു പോകും. ഇനി ആ ഒരു പൊടികളുടെ പച്ച സ്മെല്ല് മാറുന്ന സമയത്ത് ഇതിലോട്ട് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ടിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കുന്നുണ്ട്. തക്കാളി ഒരുപാടങ്ങ് വെന്ത് ഉടഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. അതൊന്നങ്ങ് വാടി വരുന്ന സമയത്ത് ഇതിലോട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ചെമ്മീനും പിന്നെ മീഡിയം സൈസിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ള മുരിങ്ങക്കായും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം ഒന്നങ്ങ് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് വാളൻപുളി പിഴിഞ്ഞ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ വാളൻപുളി എടുത്തിട്ട് ചൂടുവെള്ളത്തിൽ അരക്കപ്പ് ചൂടുവെള്ളത്തിൽ പിഴിഞ്ഞെടുത്തതാണ്. അത് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഒരു 1/4 കപ്പോളം ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഇതുവരെ ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ല. ഈ ഒരു സമയത്താണ് നമ്മൾ ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. വേവിക്കുന്ന സമയത്ത് ഒരുപാട് സമയം ഇട്ടിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. കുറേ സമയം ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചെമ്മീൻ പെട്ടെന്ന് അങ്ങ് ഹാർഡായിട്ട് റബ്ബർ പോലെ ആയിപ്പോവും. കഴിക്കുന്ന സമയത്ത് ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ മുരിങ്ങക്കായി ഒരുപാടങ്ങ് വെന്തുടഞ്ഞും പോവും. അതുകൊണ്ട് മീഡിയം സൈസിൽ നമുക്ക് ഇത് വേവിച്ചെടുക്കാവുന്നതാണ്. ഇനി അത് വേവാൻ വെച്ച ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ ഒരു കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ജാറിലോട്ട് അരമുറി ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തോളം നല്ല ജീരകവും പെരുംജീരകവും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഒരു തേങ്ങ അരയാൻ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക. വെള്ളം കൂടി പോവേണ്ടതില്ല, ആ ഒരു തേങ്ങ അരയാൻ മാത്രം മതി. ഇതിപ്പോൾ ഇവിടെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഇത്ര മതിയാകും. ഇനി ഒരുപാട് സമയം ഇട്ടിട്ട് ഇത് വേവിച്ചെടുക്കണ്ട. ഇത് ഓൾറെഡി ഇത് ഒത്ത വേവായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആ ഒരു തേങ്ങയുടെ അരപ്പ് ഒഴിച്ച് കൊടുക്കാം. തേങ്ങ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് ഒരുപാട് ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കണ്ട. ആ ഒരു തേങ്ങ പെട്ടെന്ന് അങ്ങ് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒന്നങ്ങ് ചെറുതായിട്ടൊരു 2-3 ബബിൾസ് ആയിട്ടുള്ള ആ ഒരു തിള വരില്ല, ആ ഒരു സമയത്ത് ഇത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അടച്ച് വെക്കുക. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ചെറിയുള്ളിയും വറ്റൽമുളകൊക്കെ ഇട്ടിട്ടൊന്ന് താളിച്ചൊഴിച്ച് കൊടുക്കണം. അതിനായിട്ട് ഒരു പാൻ വെച്ച് ചൂടായതിന് ശേഷം അതിലോട്ട് 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് വെളിച്ചെണ്ണ ചൂടായാൽ അതിലോട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് ഒന്നങ്ങ് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. കടുക് പൊട്ടി വരുന്ന സമയത്ത് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവയും ഒന്നങ്ങ് പൊട്ടി വരുന്ന സമയത്ത് ഒരു 6-7 അല്ലി ചെറിയുള്ളി എടുക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ചെറിയുള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ സവാള ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്താൽ മതി. അതിട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് ഒരു 3-4 വറ്റൽമുളക് കീറിയിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആ ഒരു വറ്റൽമുളകും ചെറിയുള്ളിയും ചെറുതായിട്ടൊന്ന് ചുവന്ന് വരുന്ന സമയത്ത് ഇതിലോട്ട് നമ്മുടെ കറിക്ക് നല്ലൊരു കളറ് കിട്ടാനായിട്ട് ഒരു പിഞ്ച്, അത്രയും മതിയാകും, കുറേയൊന്നും വേണ്ട, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു മഞ്ഞൾപ്പൊടി ഒന്നങ്ങ് മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് ആ ഒരു തിളച്ച് വന്നിട്ടുള്ള കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല ടൈറ്റായിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ച് വെക്കുക. ആ ഒരു ചെറിയുള്ളിയുടെയും വെളിച്ചെണ്ണയുടെയും വറ്റൽമുളകിനൊക്കെ സ്മെല്ല് നമ്മുടെ കറിയിൽ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിത് ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു കറി നല്ല ടേസ്റ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. കൂടുതലായിട്ടും കല്യാണ വീടുകളിൽ വെറുംചോറിൻ്റെ കൂടെ ഈ ഒരു കറി കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു കറി ഉണ്ടെങ്കിൽ വെറുംചോറിൻ്റെ കൂടെ മറ്റ് കറികളോ ഉപ്പേരിയോ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. എത്ര ചോറ് വേണമെങ്കിലും നമുക്ക് ഈ ഒരു കറി വെച്ചിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഉറപ്പായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അറിയാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പിന്നെ എന്നും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.